ഹായ്. ഓക്കെ. ഇന്ന് സാക്ഷിയോടൊപ്പം ഉള്ള ബിനിപ്പിള്ളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, എങ്കിലും പറയാം. CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറും ചടയമംഗലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ബിനിപ്പിള്ളയാണ് പൂങ്കോട് വാർഡിലെ തെരഞ്ഞെടുപ്പ് വിശേഷം പങ്കുവയ്ക്കുന്നത്. നമുക്ക് നടന്നു സംസാരിക്കാം. ആയിക്കോട്ടെ. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ UDF പ്രധാനമായി ഉയർത്തുന്ന മുദ്രാവാക്യം ഈ പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിനെ സംബന്ധിച്ചാണ്. അതിനെ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ പ്രതിരോധിക്കുന്നത്? സ്വാഭാവികമായും ഈ പഞ്ചായത്ത് LDF-ൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണുള്ളത്. ഈ ചടയമംഗലം പഞ്ചായത്തിൽ വന്നിട്ടുള്ള ഏത് വികസന പ്രവർത്തനത്തെയും നിങ്ങൾക്ക് പരിശോധിക്കാം. അതെല്ലാം LDF-ൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ പഞ്ചായത്ത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇവിടെയുള്ള നിരവധി ഓഫീസുകളുടെ കാര്യമെല്ലാം പോകട്ടെ, ഏറ്റവും അവസാനം RTO ഓഫീസ് വരെ നമുക്ക് ചടയമംഗലത്ത് കൊണ്ടുവരാൻ ഈ LDF-ൻ്റെ നേതൃസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ ഏത് വിഷയങ്ങൾ നിങ്ങൾ പരിശോധിച്ചാലും നിങ്ങൾക്ക് അറിയാൻ കഴിയും. കാര്യം ഈ നമ്മുടെ MC റോഡ് കടന്നു പോകുന്ന പഞ്ചായത്താണ്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പണ്ട് തന്നെ പഞ്ചായത്ത് പ്ലാൻ ചെയ്ത് ആവശ്യത്തിന് ഭൂമി ഏറ്റെടുത്ത് പല കാര്യങ്ങളും ഇവിടെ KSRTC സ്റ്റാൻഡ് അല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള പല പ്രോജക്റ്റുകളും നടപ്പിലാക്കാൻ ഈ ഭൂമി എടുത്തതിലാണ് നമ്മൾ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. പഞ്ചായത്തിലെ തന്നെ നിങ്ങളിപ്പോൾ ഈ നിന്ന് സംസാരിക്കുന്ന റോഡ് തന്നെ MC റോഡിൻ്റെ നിലവാരത്തിലാണ്. ഈ പല വാർഡുകളിലൂടെ കടന്നു പോകുന്ന റോഡ് പോലും PWD വഴി പോകുന്നത്. ഇത്തരം റോഡുകൾ ഇപ്പോൾ പുതുതായി നമ്മുടെ ഇടുക്കുവാറ വഴി കടന്നു പോകുന്ന ചടയമംഗലത്ത് നിന്ന് ഇടുക്കുവാറ വഴി അങ്ങ് കുഴിയം മഞ്ഞപ്പാറ പോകുന്ന റോഡും ഇതേ നിലവാരത്തിൽ പണി പൂർത്തിയാക്കാനുള്ള സർവേ പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. എനിക്ക് അതിൻ്റെ പണി സൈഡ് കെട്ട് ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ എവിടെ നിങ്ങൾ പരിശോധിച്ചാലും റോഡുകളായാലും ഓഫീസുകളായാലും വികസനങ്ങളായാലും ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ക്ഷേമ പെൻഷനുടെ അടക്കം 60 ആവുന്നവർക്ക് തൊട്ട് 3 മാസത്തിനകം തന്നെ അപേക്ഷിച്ചാൽ ഉടൻ പെൻഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഏത് വിധത്തിലുള്ള പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാലും നിങ്ങൾക്കത് കാണാൻ കഴിയും. അതാണ് ജനങ്ങൾ, അതുകൊണ്ടാണല്ലോ, അല്ലാതെ ആരും പറയുന്നത് ജനങ്ങൾ കേൾക്കത്തില്ല. ജനങ്ങൾക്ക് സ്വാഭാവികമായും അവരുടെ ഒരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൺമുന്നിൽ കാണുന്ന പ്രവർത്തനങ്ങളെ കൂടി വിലയിരുത്തിക്കൊണ്ടാണ് വോട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ വികസന കാര്യത്തിൽ UDF ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. കാരണം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ഫണ്ടുകളൊന്നും കിട്ടാതെ വലിയ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനുള്ളപ്പോഴും അതിനെ മറികടന്ന് ഒക്കാവുന്ന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കാനൊക്കെ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഫണ്ടിൻ്റെ അപര്യാപ്തതയുണ്ട്. UDF കൂടിയാണ് അത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാതാക്കാൻ വേണ്ടി BJP-യോടൊപ്പം നിന്ന് പൊരുതുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് വികസനമില്ല എന്ന് പറയും. ഫണ്ട് സർക്കാരിന് അർഹതപ്പെട്ട ഫണ്ടുകൾ ലഭിച്ചാൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് ആ ഫണ്ടുകൾ വിഭജിക്കാനും അത് നമ്മുടെ കണക്കുള്ള താഴെ സാധാ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കാനും ആ ഫണ്ട് അവിടെ ചെലവാക്കാനും കഴിയും. അതിനെ കേന്ദ്രത്തിൽ നിന്ന് ഈ ഫണ്ട് ലഭിക്കുന്നതിന് ഇവിടെയുള്ള 19 MP-മാരുള്ള UDF അടക്കം ഒരു വകയും ചെയ്യാതെ അത് കിട്ടാതെ ശ്രമിക്കുന്ന നിലപാടിലാണുള്ളത്. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ചില പ്രോജക്റ്റുകളെല്ലാം കുറച്ച് താമസിക്കുന്നത്. കാരണം ആ താമസം വരുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധി UDF-ഉം BJP-യും കൂടെ സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ആ ഫണ്ട് വന്നാൽ നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകളെല്ലാം തന്നെ വളരെ വേഗത്തിൽ നടപ്പിലാവും. അങ്ങനെ പല പ്രോജക്റ്റുകളും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എല്ലാ പ്രോജക്റ്റുകളും ഇപ്പോൾ നിർമ്മാണ പ്രക്രിയയിലാണ്. അതെല്ലാം ഈ ഫണ്ട് ലഭിച്ചാൽ അതിവേഗം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ പൂങ്കോട് വാർഡിലെ ജനങ്ങളുടെ മുമ്പിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉയർത്തിയാണ് വോട്ട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ചടയമംഗലത്തുകാരാണല്ലോ, അറിയാൻ കഴിയും. ഈ പൂങ്കോട് വാർഡ് രൂപീകരിച്ചതിന് ശേഷം ഇവിടെ 4 തെരഞ്ഞെടുപ്പുകളാണ് നടന്നിട്ടുള്ളത്. 5ാമത്തതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. ഈ 4 തെരഞ്ഞെടുപ്പുകളിലും ആദ്യം ഞങ്ങൾ വളരെ ചെറിയ മാർജിനിലാണ് ആദ്യത്തെ ഇലക്ഷൻ ജയിച്ചത്. അതിനുശേഷം പടിപടിയായി ഈ 4 തെരഞ്ഞെടുപ്പിലും ചെറുതായിട്ടാണെങ്കിലും ഞങ്ങൾ മാർജിൻ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ ഇന്നത്തെ UDF സ്ഥാനാർത്ഥി തന്നെയാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒരു മഹിളാ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവാണ്, കോൺഗ്രസിൻ്റെ പ്രധാന നേതാവാണ് എന്നെല്ലാം പറഞ്ഞ് വലിയ ജാഗ്രതയോട് മത്സരമായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ ഈ വാർഡിൽ ഒരു സാധാരണ കുടുംബശ്രീ പ്രവർത്തകയായ ശ്രീജകുമാരിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത്. പക്ഷേ UDF സ്ഥാനാർത്ഥിയെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ 4 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ജയിച്ചു മാർജിൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ വാർഡിൻ്റെ വികസനം, നമ്മുടെ പൊതുവികസനത്തെ പറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ വാർഡിൻ്റെ വികസനം ജനം കാണുന്നതാണ്. ജനങ്ങൾക്കൊരാവശ്യം വന്നാൽ അപ്പോഴൊന്ന് സഹായിക്കാൻ, അവർക്കൊരു പെൻഷൻ്റെ ആവശ്യം വന്നാൽ, അവർക്കൊരു വില്ലേജ് ഓഫീസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വന്നാൽ, പഞ്ചായത്ത് ഓഫീസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വന്നാൽ, പിന്നെ ഈ വാർഡിലെ ഗതാഗത കാര്യങ്ങൾ, അതല്ലാതെ മറ്റു വലിയ കേന്ദ്ര പദ്ധതികളോ ഒന്നും സാധാരണ ജനം പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവർക്ക്
അവരുടെ ഈ പഞ്ചായത്തിലെ മറ്റു വാർഡുകളെയോ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകളെയോ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാണ്. എല്ലാ പ്രവർത്തനങ്ങളും വളരെയേറെ സുഗമമായി നടക്കുന്നു. ഏത് സമയവും അവർക്ക് സമീപിക്കത്തക്ക രീതിയിൽ ഈ വാർഡിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം തന്നെ ജനങ്ങൾ വളരെ സംതൃപ്തരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടനാണ്. ചെറുപ്പക്കാരിയാണ്, വിദ്യാസമ്പന്നയാണ്. നമ്മുടെ ഇവിടുത്തെ ജാഗ്രത സമിതിയുടെ ലീഗൽ അഡ്വക്കേറ്റാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന കുടുംബശ്രീയുടെ സെക്രട്ടറി കൂടിയാണ്. വലിയ ഒരു പൊതുപ്രവർത്തന രംഗത്തില്ലെങ്കിലും പാരമ്പര്യമായി, അതായത് ഇടതുപക്ഷ രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ അച്ഛനൊക്കെ കഴിഞ്ഞ 10-40 വർഷങ്ങളായി നമ്മുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പിലുള്ള ആളാണ്. ഇടതുപക്ഷ കടുത്ത രാഷ്ട്രീയ കുടുംബത്തിൽ വളർന്നു വന്ന സ്ഥാനാർത്ഥിയാണ്. നമുക്ക് ഈ ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ ഇപ്പോൾ ചെറുപ്പക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. കാര്യം നമ്മുടെ ചില പദ്ധതികളെല്ലാം ഇപ്പോൾ വീണ്ടും ഈ വാർഡിൽ വെച്ചിരിക്കുന്ന പൈസ വെച്ചിരിക്കുന്ന പദ്ധതികൾ നിരവധിയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് സുഗമമായി നടപ്പിലാക്കാനും ഇതിലെല്ലാം ഇടപെടാനും ആ സ്ഥാനാർത്ഥിക്ക് സാധിക്കും. അങ്ങനെ വളരെ ഐക്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത്. കാര്യം എല്ലാവർക്കും മതിപ്പുള്ള ഒരു പ്രശ്നവുമില്ലാത്ത ഒരു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉയർന്നു കേൾക്കുന്ന ഒരു ആരോപണമാണ് പ്രതിപക്ഷ മുന്നണികൾ തമ്മിൽ ചില അന്തർധാരകൾ ഉണ്ടായിരുന്നുവെന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള അന്തർധാരകൾ ഉള്ളതായിട്ട് തോന്നുന്നു. അല്ല, ഈ വാർഡുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും BJPയുടെ ഒരു പ്രവർത്തനം നമ്മൾ നോക്കുമ്പോൾ അതൊരു മന്ദഗതിയിലാണ് നമ്മൾ ആ BJPയുടെ പ്രവർത്തനം കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ BJPക്ക് ഈ വാർഡിൽ 148 വോട്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു BJPയുടെ പ്രവർത്തനം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ആ വോട്ടിലേക്ക് അവരെത്തുമെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായും ഈ മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറിയ ഉഷാ ബോസ് ഈ മത്സരരംഗത്തേക്ക് വന്നതിൻ്റെ കാരണം തന്നെ ഈ BJP വോട്ടുകളുടെ അന്തർധാരയും കൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം BJP കൃത്യമായും മത്സരിക്കാതിരുന്ന ഉഷാ ബോസ് അവസാന സമയത്ത് മത്സരിക്കാൻ കാര്യം തോറ്റ ഒരാൾ ഇപ്പോൾ വാർഡിൽ LDF നല്ലപോലെ നിൽക്കുന്നു. അപ്പോൾ വിജയസാധ്യത എങ്ങനെ എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഉഷാ ബോസ് രംഗത്ത് വന്നത് ഈ BJPയുടെ മന്ദഗതിക്കും കാരണമായിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് പൊതുവെ ഫീൽ ചെയ്യുന്നത്. അതാണ് NK പ്രേമചന്ദ്രൻ MP ചടയമംഗലം പഞ്ചായത്ത് ഭരണസമിതിയെയും അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ച് ഉയർത്തുന്ന 1-2 ആരോപണങ്ങളും ചടയമംഗലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് MPയുടെ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ MP മുഖാന്തരം ഫണ്ട് ലഭിക്കുന്നതിനാവശ്യമായ ഒരു കാര്യങ്ങളുമായി MPയെ സമീപിച്ചിട്ടില്ല എന്നുള്ള ഒരാരോപണം. യോഗങ്ങളിലോ ഇത്തരം വികസന പ്രവർത്തനങ്ങളിലോ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ള ഇത്തരം ആരോപണങ്ങളെ LDF എങ്ങനെ കാണുന്നു? പ്രേമേന്ദ്രൻ MP നമ്മുടെ ജനപ്രതിനിധിയാണല്ലോ. സ്വാഭാവികമായും നമ്മളിവിടെ ഗവൺമെൻറ് പരമായി പങ്കെടുക്കുന്ന എല്ലാ യോഗങ്ങളിലും പ്രോട്ടോകോൾ പ്രകാരം പ്രേമേന്ദ്രൻ MPയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പല സ്ഥലത്തായതുകൊണ്ടും തിരക്കായതുകൊണ്ടും അദ്ദേഹത്തിന് ഈ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ചിലതിലെല്ലാം പങ്കെടുക്കാറുമുണ്ട്. അതാണ് ആ യോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതിൻ്റെ വാസ്തവം. എന്നാൽ നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ ഒരു പൊതുസ്ഥിതി നമുക്ക് പരിശോധിക്കാം. ഈ പ്രേമേന്ദ്രൻ MPയുടെ ഈ പരാതി സ്വാഭാവികമായി ഇവിടെ CPIയുടെ മണ്ഡലം സെക്രട്ടറി എല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികൾ പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാലും ചോദിച്ചതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കാം. നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് 2 വാർഡ് മെമ്പർമാരുണ്ട്. ഈ വാർഡുമായി ബന്ധപ്പെട്ടാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണെങ്കിലോ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ഇന്ന കാര്യത്തിന് പ്രേമേന്ദ്രൻ MPയുടെ ഫണ്ട് അനുവദിപ്പിക്കാം, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് ഇവിടുത്തെ UDF, ഇവിടുത്തെ ബന്ധപ്പെട്ട LDFുമായിട്ടോ ഇവിടുത്തെ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടോ അങ്ങനെ ചർച്ച ചെയ്തതായിട്ട് ഒരു അറിവ് പോലും ഇല്ല. സ്വാഭാവികമായും നമ്മൾ പല ആവശ്യങ്ങൾക്കും പ്രേമേന്ദ്രൻ MPയെ സമീപിച്ചു. നിങ്ങൾക്കിപ്പോൾ ഉദാഹരണമായി നമ്മൾ ഈ ഇലക്ഷൻ നടക്കുന്ന വാർഡിൽ ഈ UDFിൻ്റെ ഉഷാ ബോസാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടത്. അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ കൂടെ പോകുന്ന റോഡടക്കം പുതുതായി ഒരു റോഡ് ഞങ്ങൾ വെട്ടിയതടക്കം ഒരു 30 മീറ്ററാണ് ഇനി ആ നടുക്കുന്ന വീട്ടിൽ ആകെ. അത് വളരെ പ്ലെയിനായി കിടക്കുന്ന റോഡാണ്, കോൺക്രീറ്റ് ചെയ്യാനുള്ളത് 30 മീറ്റർ. ബാക്കി നടക്കുന്നതെല്ലാം പുതിയ റോഡുകൾ വെട്ടി പുതിയത്. അതിപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് പൈസ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 4 വർഷമായി
ഈ വാർഡിൽ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ UDF പ്രതിനിധികളെ കൊണ്ടോ ഈ പറഞ്ഞ ഉഷാ ബോസിനെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും ഈ പഞ്ചായത്ത് ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈ സ്വാഭാവികമായി LDF എന്ന നിലയ്ക്ക് പഞ്ചായത്ത് കമ്മിറ്റി MP വരുമ്പോൾ പല കാര്യങ്ങളും MP യുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നമുക്ക് ഇന്ന ആവശ്യമുണ്ട്, അല്ലെ ഇന്നത് വേണം. പക്ഷേ MP അത്തരം കാര്യങ്ങളൊന്നും ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് എന്ന നിലയ്ക്ക് അത് ശ്രദ്ധിക്കാതെ അത്തരം കാര്യങ്ങൾ ചെയ്യാതെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്നു എന്നൊരു ആരോപണം ഉയർത്തുകയാണ് ചെയ്തത്. എല്ലാം ചേർന്നാണ് ചടയമംഗലം പഞ്ചായത്തിൻ്റെ വികസനം നടപ്പിലാക്കേണ്ടത് എന്നാണ് നമ്മൾ കാണേണ്ടത്. ആ രീതിയിൽ വേണം നമ്മൾ ഈ പ്രവർത്തനങ്ങളെ കാണാൻ. കാര്യം ഈ പൂങ്കോട് വാർഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ വാർഡിലാകെ നടന്നിരിക്കുന്നത് ഒരു 2-2.5 കോടിയുടെ വികസനം നമ്മൾ റോഡുകൾ മാത്രം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ, നമ്മുടെ MLA മന്ത്രിയുടെയും ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം LDF ഇടതുപക്ഷ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ വാർഡിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ വാർഡിൽ വരുന്ന ടേക്ക് എ ബ്രേക്ക് പോലും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്താണ് എടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഏത് വിഷയവും ഞാൻ ഈ പറഞ്ഞപ്പോൾ കുഞ്ഞപക്ഷ 38 ലക്ഷം ജില്ലാ പഞ്ചായത്തിൻ്റെയാണ്. ഇവിടെ ഈ വാർഡിൽ ഈ 4 വർഷം ഉണ്ടായിരുന്നല്ലോ UDF-ഉം, ഈ MP ഈ വാർഡിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയതായിട്ട് അവർക്ക് അവകാശപ്പെടാൻ കഴിയും? ജനം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ജനം എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇതാണ്. കാര്യം ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ, മുരടിപ്പ് പ്രശ്നങ്ങളെല്ലാം നിങ്ങളെല്ലാം തന്നെ ഈ കുരിയോട് കുന്നുംപുറം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഉയർത്തിയതാണ്. അവിടെ BJP-യുടെ മെമ്പറായിരുന്നു ഉണ്ടായിരുന്നത്, രാജിവെച്ച ഒഴിവിലാണ് വന്നത്. പക്ഷേ കോൺഗ്രസും മത്സരരംഗത്തുണ്ടായി. അവസാനം എന്താ, ഞങ്ങൾ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ 264 വോട്ടിൻ്റെ ലീഡ് നേടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കെ ഞങ്ങൾ ആ വാർഡിൽ ജയിച്ചു കയറിയത്. അപ്പോൾ ജനം ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന പഞ്ചായത്തിന് ചെയ്യുന്നുണ്ട് എന്ന ബോധ്യം ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ചില ചോദ്യങ്ങൾ: ചടയമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കിടത്തി ചികിത്സ, ചടയമംഗലം സ്റ്റേഡിയം, പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, മിനി സിവിൽ സ്റ്റേഷൻ, ട്രഷറി, സബ് രജിസ്ട്രാർ ഓഫീസ്, ഇത്തരം പ്രവർത്തനങ്ങളുടെ പുരോഗതി ഇല്ലായ്മ, അതിനെ സംബന്ധിച്ച് ജനങ്ങളോട് എന്താണ് വിശദീകരിക്കാനുള്ളത്? നമ്മുടെ പഞ്ചായത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ സാമ്പത്തികമായ ഒരു സ്തംഭനം സംസ്ഥാന ഗവൺമെൻറ്റിനാകെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന നമുക്ക് ആനുപാതികമായ വിഹിതം കിട്ടാത്തതുകൊണ്ട് പല പദ്ധതികളും ഒരു പാതി വഴിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ കിഫ്ബി എന്ന് പറയുന്ന നമ്മുടെ പ്രോജക്റ്റ് വഴി ഏറ്റെടുക്കേണ്ട എല്ലാം സർക്കാരിൻ്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇതിൽ നിന്നൊന്നും നമുക്ക് ഫണ്ട് സംഭരിക്കാൻ കഴിയില്ല. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അനുവദിച്ചിരിക്കുന്ന വിഹിതം എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന് തന്നെ ഉള്ള കുടിശ്ശിക തീർക്കാനും അടുത്ത ഓരോ മാസത്തെയും പൈസ നിലയ്ക്ക് 950 കോടി വീതം സർക്കാർ ചെലവിട്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം, ഒരു പൈസ കേന്ദ്രം തന്നിട്ടില്ല, അതെല്ലാം സർക്കാർ ചിലവാക്കണം. അപ്പോൾ സർക്കാരിന് നമ്മൾ ഈ പറയുന്ന പൊതു പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രോജക്റ്റുകളിൽ അല്ലെങ്കിൽ ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്ന പദ്ധതികളിൽ പൈസ മുടക്കുന്നതിന് കുറച്ച് സാവകാശം വേണ്ടി വരും. ഈ സാവകാശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചില പദ്ധതികൾ കുറച്ചുകൂടെ നീണ്ടുപോകുന്നത്. പക്ഷെ നീണ്ടുപോകുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ചടയമംഗലം പഞ്ചായത്തിന് സ്റ്റേഡിയം എന്ന് പറയുന്ന പ്രോജക്റ്റിന് 1,50,00,000 രൂപയാണ് അനുവദിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നമ്മൾ നേരത്തെ ഭൂമി എല്ലാം എടുത്തിട്ടുന്ന സ്ഥലമാണ്. സിവിൽ സ്റ്റേഷൻ ഇപ്പുറത്താണ് നമ്മൾ സ്റ്റേഡിയം ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാലാവസ്ഥ ഇതിനിടയ്ക്ക് വളരെ അതിൻ്റെ പണി മണ്ണെല്ലാം നിങ്ങൾക്ക് കാണാം, മണ്ണെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ പണി പൂർത്തിയാക്കുന്നതിന് കാലാവസ്ഥ ഒരു തടസ്സമായി നിന്നുകൊണ്ടാണ്. അതിന് ഫണ്ടിന് പ്രശ്നമില്ല, ഫണ്ടെല്ലാം അനുവദിച്ചിട്ടുണ്ട്. ആ പണി ഇപ്പോൾ അതിവേഗം പൂർത്തിയാക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ അതിൻ്റെ വേലിയെല്ലാം ഇതായി കഴിഞ്ഞു. ഇനി അകത്ത ഈ മണ്ണ് നിരത്തി മറ്റേ ട്രാക്ക് ഇത് പിടിപ്പിക്കുന്ന പണിയേ ഉള്ളൂ. അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് നമ്മൾ കരാറുകളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസ് നമ്മളിപ്പോൾ പൊളിച്ചിട്ടിട്ട് അവിടെ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇപ്പോൾ തൽക്കാലമായി പ്രവർത്തിക്കുന്നത്. അവിടെ 2 തടസ്സങ്ങളുണ്ടായിരുന്നു പഞ്ചായത്ത് ഓഫീസിൻ്റെ ഇത് നിർമ്മിക്കാൻ. ഒന്ന്, സബ് ട്രഷറി ഇരിക്കുന്ന കെട്ടിടം അവിടെ നിന്ന് മാറ്റണമായിരുന്നു. അപ്പോൾ അത് നല്ല നമ്മൾ ഈ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം മാറ്റുന്നതിനും അത് പൊളിച്ചു മാറ്റുന്നതിനും എല്ലാം നിരവധി നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നമ്മൾ സബ് ട്രഷറി ഇപ്പോൾ NSSൻ്റെ ബിൽഡിങ്ങിൽ വാടകയ്ക്കാണ്. പക്ഷേ മിനി സിവിൽ സ്റ്റേഷനിലാണ് സബ് ട്രഷറിക്ക് നമ്മൾ കെട്ടിടം അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ നിലവിലുള്ള പല കെട്ടിടങ്ങളും ആ മിനി സിവിൽ സ്റ്റേഷനിലാണ് നമ്മൾ അനുവദിച്ചിരിക്കുന്നത്. ബഡ്ജറ്റിൽ നമ്മൾ ടോക്കൺ എമൗണ്ട് വെച്ചിട്ടാണ് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ പണി ഇപ്പോൾ ഈ നിൽക്കുന്ന ട്രഷറി കെട്ടിടം ഇപ്പോൾ ലേലം കഴിഞ്ഞു, ആളിപ്പോൾ പൊളിച്ചു മാറ്റും അവിടെ ഇപ്പോൾ ഇത് ചെയ്തിരിക്കാൻ. അത് മാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പഞ്ചായത്ത് ഓഫീസിൻ്റെ പണി ആരംഭിക്കും. കാര്യം അത് 2 ഘട്ടമായിട്ടേ നമുക്ക് ചെയ്യാൻ കഴിയും.
ഇപ്പോൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മറ്റ് വിഹിതവും കൂടെ ചേർത്താണ് അതിൻ്റെ ആദ്യത്തെ നിലയും ഇതിനുള്ള പൈസ അലോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇത് മാറ്റി കഴിഞ്ഞാൽ ഉടൻ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. രണ്ടാം ഘട്ടത്തിൽ അടുത്ത വർഷത്തെ പഞ്ചായത്തിൻ്റെ ഫണ്ട് കൂടെ ചേർത്ത് അങ്ങനെ ഘട്ടമായിട്ട്. കാര്യം നമ്മുടെ പഞ്ചായത്ത് അങ്ങനെ സൂപ്പർ ഗ്രേഡ് പഞ്ചായത്തൊന്നുമല്ല. വരുമാനത്തിൻ്റെ കാര്യത്തിലെല്ലാം നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ വരുമാനവും MLA ഫണ്ടുകളും അങ്ങനെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കെട്ടിടം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കെട്ടിടം ഇപ്പോൾ ആദ്യത്തെ നില എന്തായാലും ഇപ്പോൾ ഈ സബ് ട്രഷറി നിന്ന പഴയ കെട്ടിടം പൊളിച്ചാൽ ഉടൻ തന്നെ പണി ആരംഭിക്കും. പിന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ കെട്ടിടം നമുക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ വാടകയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. അവിടെ പഴയ കെട്ടിടമെല്ലാം പൊളിച്ചു മാറ്റി കഴിഞ്ഞു. അതിൻ്റെ സോയിലിൻ്റെ ഒരു എർത്ത് മൂവ് ചെയ്യുന്നൊരു പണി നടക്കണം. അതിന് വകുപ്പിൽ നിന്ന് തന്നെ, അവരുടെ രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്ന് തന്നെ ആ കെട്ടിടത്തിന് പൈസ അനുവദിച്ചുകൊണ്ട് ആ സ്വന്തം സ്ഥലമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെയും പണി അങ്ങനെ ഈ നിലച്ചു നിൽക്കുന്ന ഇത്തരം പണികളെല്ലാം തന്നെ നമ്മളുടെ പഞ്ചായത്ത് എല്ലാം പുതിയതായി ഓരോ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും പുതുതായി ഈ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറ്റണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഇത്തരം വികസന പ്രവർത്തനം. കാരണം ഇതെല്ലാം നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്ന പോലെ ഇന്ന് പഞ്ചായത്ത് കെട്ടിടം വിളിച്ചു നാളെ രാവിലെ പുതിയ പഞ്ചായത്ത് കെട്ടിടം ഉയർന്നു നിൽക്കത്തില്ല. കാര്യം സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഈ ചില നിയമ നടപടിക്രമങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഒരു വർഷം സമയമുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഈ കെട്ടിടം പണികളിലേക്ക് ഈ സ്റ്റേഡിയം ഇപ്പോൾ താമസിയാതെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആക്കാൻ കഴിയും. നമ്മൾ ഇത്തരം കാര്യം പിന്നെ പഞ്ചായത്ത് തന്നെ ഇപ്പോൾ നമ്മളുടെ ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് നബാർഡിൻ്റെ 1 കോടി രൂപയുടെ ലോൺ നമ്മുടെ പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ ഇപ്പോൾ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. കോടി എടുത്തുകൊണ്ട് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണിയും കൂടെ ആരംഭിക്കാൻ വേണ്ടി. അങ്ങനെ വിവിധ കാര്യങ്ങൾക്ക് നമ്മൾ ഈ ചെയ്തിട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ്. കാര്യം കെട്ടിടം പൊളിക്കാതെ നമുക്കൊരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് കുറച്ച് സാവകാശം ഉണ്ടാവും, ചില താമസം ഉണ്ടാവും, ചില സമയക്രമങ്ങൾ, ചില പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം ജനങ്ങൾക്ക് വളരെ കാര്യക്ഷമമായി ഇനി പുതിയ തരത്തിലുള്ള ഓഫീസുകൾ വരാനും ആ ഓഫീസുകളിൽ പ്രവർത്തിക്കാനുമുള്ള എല്ലാ സംവിധാനവും ഒരുക്കുന്നതിനാണ് നമ്മുടെ തദ്ദേശ വകുപ്പ് ഇതെല്ലാം മെനക്കെടുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഈ പറയുന്ന ഒരു സമയക്രമം പാലിച്ചുകൊണ്ട് നമുക്കത് പൂർത്തിയാക്കാൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി പ്രശ്നവും നമ്മുടെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം നമുക്ക് പറയുന്ന വേഗത്തിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മറ്റേത് പഞ്ചായത്തിനേക്കാളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ മിനി സിവിൽ സ്റ്റേഷൻ, സ്റ്റേഡിയം, പഞ്ചായത്ത് ഓഫീസിൻ്റെ നിർമ്മാണം, സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ നിർമ്മാണം, ഇതെല്ലാം നമുക്ക് അതിവേഗം പൂർത്തിയാക്കാൻ കഴിയും. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ ചടയമംഗലത്ത് വളരെ നാളുകളായി ആൾക്കാരുടെ ഒരു പ്രശ്നമായിരുന്നു ചടയമംഗലത്തൊരു ടോയ്ലറ്റ് പ്രശ്നം ജംഗ്ഷനുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യമായ പൈസ ചെലവഴിച്ചുകൊണ്ട് ടേക്ക് എ ബ്രേക്ക് അത് ഉദ്ഘാടനത്തിൽ തയ്യാറാക്കി കിടക്കാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാലാണ് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനിടയ്ക്ക് അതിന് ആ ഉദ്ഘാടനത്തിന് തീയതി എടുക്കാമായിരുന്നു. ആ ജംഗ്ഷനിൽ ടേക്ക് എ ബ്രേക്ക് നമുക്ക് കാണാൻ കഴിയും. വലിയ സംവിധാനത്തോടു കൂടിയാണ് നമ്മുടെ KSRTCയുടെ അവിടെ അത് ഒരുക്കിയിരിക്കുന്നത്. അതിപ്പോൾ ഉടനെ താമസിയാതെ അതും ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ ഏത് പ്രശ്നങ്ങൾ നിങ്ങൾ പരിശോധിച്ചാലും സമയബന്ധിതമായി നമ്മളത് പൂർത്തിയാക്കാനുള്ള എല്ലാ ശ്രമവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ചില സാഹചര്യങ്ങൾ മൂലമാണ് നമുക്ക് നീണ്ടുന്നത്. പക്ഷേ എത്ര കുറച്ച് നീണ്ടാലും ഈ കാര്യങ്ങളെല്ലാം വളരെ വിപുലമായി ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ചടയമംഗലം പഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറുന്ന തരത്തിലേക്ക് ഈ വികസന പ്രവർത്തനങ്ങളെ ഞങ്ങൾ എത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ വിട്ടുപോയി. നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലെ കിടത്തി ചികിത്സയായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നം നേരത്തെ നമുക്കത് ഉണ്ടായിരുന്നതാണ്. ഈ കോവിഡ് കാലത്താണ് നമുക്ക് ഉണ്ടായിരുന്നത് താൽക്കാലികമായി നിന്നത്. കാര്യം പല അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്യൂട്ടികൾ വന്നു. അപ്പോൾ ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ചർച്ച നടത്തി ഒരു ഡോക്ടറെ കൂടെയാണ് വേണ്ടത്, 2 ഡ്യൂട്ടി നഴ്സുമാർ, അവരെല്ലാം തന്നെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഉടൻ തന്നെ ആ ഡേറ്റ് എടുത്ത് ആ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനുള്ള സംവിധാനം ഇടതുപക്ഷ മുന്നണി അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള മരുന്ന് നമ്മൾ കൊടുക്കുന്നതെല്ലാം ലഭ്യമാണ്. അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങൾ, 4 ഡോക്ടർമാരുണ്ട്. അങ്ങനെ പ്രാഥമികമായി ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വേണ്ടുന്ന എല്ലാവിധ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇവിടെ നിലനിർത്തുന്നുണ്ട്. പുതിയ കെട്ടിടമായിട്ടുണ്ട്. IP വിഭാഗത്തിലേക്ക് മന്ത്രി ഈ ഞാൻ പറഞ്ഞ രീതിയിൽ ഇടപെട്ട ഉത്തരവ് ഇപ്പോൾ നടപ്പിലാവുന്നതോടുകൂടി നമുക്ക് വലിയ പ്രശ്നമില്ലാതെ അത്യാഹിത സമയത്ത് മാത്രം മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്ന രീതിയിൽ ഈ ഹോസ്പിറ്റലിനെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ ഈ വികസന പ്രശ്നങ്ങളിൽ സ്വാഭാവികമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ വാർഡിലാണെങ്കിൽ വാർഡ് മെമ്പർ തന്നെ ഈ എല്ലാവരുടെയും വാർഡിൻ്റെ മുഴുവൻ വീടുകളിലെയും ഗ്രൂപ്പുണ്ട്. ഇവിടെ എന്ത് അറിയിപ്പ് പഞ്ചായത്തിൽ നിന്ന് വന്നാലും അത് തൽക്ഷണം ആ വീടുകളിലെത്തും. ഇവിടെ നടക്കുന്ന ഏത് വികസന പ്രവർത്തനങ്ങളുടെയും പടം അവിടെ എത്തും. ഈ അങ്ങനെ അതായത് നമുക്ക് ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാതിരുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ വാർഡിൽ അതേസമയം പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇളവക്കോട് മാർത്തോമ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വളരെ വർഷങ്ങളായി അവരുടെ ഒരു ആഗ്രഹമാണ് റോഡ് പുറമ്പോക്കാണ്, പട്ടയം ലഭിക്കുക എന്നുള്ളത്. അവിടുത്തെ ഒരു 10 കുടുംബങ്ങൾക്ക് ഇന്ന് വരെയും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ തൊട്ട് പഴയ വാർഡ് മെമ്പർ ശ്രീജാകുമാരിയും
റവന്യൂ വകുപ്പിൻ്റെയും കൂടെ നേതൃത്വത്തിൽ അത് ഈ വരുന്ന മേളയിൽ ആ പട്ടയം അനുവദിക്കത്തക്ക രീതിയിൽ മുഴുവൻ ഫയലുകളും പൂർത്തിയായി ആ 10 കുടുംബങ്ങൾക്ക് അവരുടെ ആജന്മാഭിലാഷമായ പട്ടയം നമ്മളവിടെ ആ വിതരണം അവിടെ പൂർത്തിയാക്കിയിരിക്കും. അതുപോലെ ആ മാർത്തോമ കോളേജിന് താഴെ ആയൂർ പാലത്തിൻ്റെ ഇടത് സൈഡ് അവർ വളരെ വർഷങ്ങളായി ഈ കുടിവെള്ളം എന്ന് പറയുന്ന സാധനം ആറിനടുത്താണെങ്കിലും കുടിവെള്ളമില്ല. ഈ ജൽജീവൻ അടക്കം വരുന്ന കണക്ഷനുകൾ നമ്മൾ കൊടുക്കാൻ നോക്കിയാൽ പൈപ്പ് ലൈൻ അവിടെ ഇല്ല, ഇടവേളക്കിൽ അപ്പുറം ഇപ്പുറമാണ്. ഇപ്പോൾ നമ്മൾ KSTP ആയി സംസാരിച്ച് 10-25 ലക്ഷം രൂപ നമ്മൾ പ്രത്യേകമായി വെച്ചാണ് MC റോഡ് കുഴിച്ച് ഇപ്പുറത്ത് വന്ന് അവിടുത്തെ മുഴുവൻ വീടുകൾക്കും വെള്ളം നമ്മൾ എത്തിച്ചു. അവരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അങ്ങനെ ഈ വാർഡിൽ ഇപ്പോൾ തന്നെ അവിടെ വാലൂന്നിലേക്കുള്ള റോഡിൻ്റെ പണി നേരത്തെ പൈസ നമ്മൾ എല്ലാം പാസ്സായതാണ്. അത് അടച്ചിട്ട് ഒരു മഴ കാരണം ചെയ്യാതിരുന്നാണ് ഇപ്പോൾ ആ റോഡ് പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ ഈ വാർഡിൻ്റെ അങ്ങോളം ഇങ്ങോളം പുതിയ റോഡുകൾ വെട്ടുന്നതിലായാലും അവരുടെ എല്ലാം ഏത് പ്രശ്നങ്ങളായാലും അത് പരിഹരിക്കുന്നതിലും എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ വളരെ യോജിച്ച പ്രവർത്തനം നമ്മൾ ഈ പൂങ്കോട് വാർഡിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫലം ഈ വരുന്ന ഡിസംബർ 10-ാം തീയതി കൃത്യമായും ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. അപ്പോൾ വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി തുടക്കമിട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഓക്കെ, വളരെ നന്ദി.